നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വ്യത്യസ്തമായ കഥകളാണ് കേൾക്കുന്നത്. ഇതിപ്പോ ഒരു വ്യക്തി ഒരു കള്ളക്കേസിൽ കുടുങ്ങി കാലങ്ങൾ അതിന്റെ ദുരിതം അനുഭവിച്ചു. കേസ് റിമാൻഡിൽ 2 മാസം അകത്ത് കിടക്കുന്നു. ഒന്ന് ആലോചിക്കണം. ഇത് കഴിഞ്ഞ് യഥാർത്ഥ പ്രതിയെ പിടിക്കുന്നു. പിടിച്ചു കഴിഞ്ഞിട്ട് ഈ വ്യക്തി കള്ളനല്ലെന്ന് തെളിയിക്കാൻ സർക്കാരിനെതിരെ കേസ് കൊടുക്കേണ്ടി വരുന്നു. കേസ് കൊടുത്തപ്പോൾ ആ കേസ് പിൻവലിക്കണമെന്ന് പോലീസിൽ നിന്ന് ഭീഷണി, സമ്മർദ്ദം. നമ്മളൊന്ന് ആലോചിക്കണം. ഇത് പോലീസ് സേനയ്ക്കെതിരെ സംസാരിക്കുകയില്ല, സേന ഒന്നടങ്കം കുറ്റപ്പെടുത്തില്ല. പക്ഷെ സേനയ്ക്കകത്ത് ഇത്തരം കുറെ ദ്രോഹികളുണ്ട്. മനുഷ്യരെയും ദ്രോഹിക്കുന്നു, സേനയും ദ്രോഹിക്കുന്നു. എന്നാൽ സർക്കാർ ഉടനടി എന്താ ചെയ്യേണ്ടത്? ഇവരുടെ കുടുംബത്തിന് ഒരു ആശ്വാസം കൊടുക്കുക. ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണം. കള്ളന്റെ മക്കൾ, കള്ളന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ജീവിക്കേണ്ട ഗതികേട്. സർക്കാര്, ഈ കേരള സർക്കാർ ഉത്തർപ്രദേശിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ, ഗുജറാത്തിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ ഇവിടുന്ന് 10 ലക്ഷം 15 ലക്ഷം ഇട്ട് അവിടെ പോയി അവരുടെ വീട്ടിൽ കിടക്കുന്നു, ഫോട്ടോ എടുക്കുന്നു വരുന്നു. സ്വന്തം മൂക്കിന്റെ കീഴിലാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടക്കുന്നത്. ഈ കുടുംബത്തിന് ആര് നോക്കും? ഇവർക്ക് വീടില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ വളർന്നു പോകും? ആ സ്ഥിതിക്ക് ജോലിയില്ല. ഉടനടി കൊടുക്കേണ്ടെന്ന് അവർക്ക് നല്ലൊരു ജോലി കൊടുക്കുക. ഈ അനുഭവിച്ച ദുരിതത്തിന് വലിയൊരു കോമ്പൻസേഷൻ എമൗണ്ട് കൊടുക്കുക. ഇത് എത്ര കേസിലാണ്? ഇതിന് ജാതി, മതം മറ്റൊന്നുമല്ല നോക്കേണ്ട. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വേദന എല്ലാവർക്കും ഒരേപോലെയാണ്, തുല്യമാണ്. രണ്ട് കാര്യത്തിലും ഞാൻ പറയാം. ഒന്ന്, ഞാൻ വീണ്ടും പറയും, സേന ഒന്നടങ്കം നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുക, സേനയുടെ മുറയിൽ കളയരുന്ന, അവർ നമ്മളെ സംരക്ഷിക്കുന്ന. പക്ഷെ ഇത്തരം ഈ ദ്രോഹികളായവരുണ്ട് ഈ ഏത് കൂട്ടത്തിനകത്തും. അവരെ കണ്ടെത്തുക, ഏറ്റവും ശക്തമായ ശിക്ഷ കൊടുക്കണം. വേണ്ടി വന്നാൽ ഇടയ്ക്ക് 2 തവണ പറഞ്ഞു 2 ലക്ഷം രൂപ കേസിൽ നിന്ന് പിന്മാറണമെന്നടക്കം ആവശ്യപ്പെട്ടു. ഇതൊക്കെ ചെറിഞ്ഞു കൊടുത്ത് പിന്മാറുന്ന ആവശ്യമാണ്. ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് ബോധ്യപ്പെടുമ്പോൾ 2 ലക്ഷം രൂപ കേസിൽ പിന്മാറാൻ കുടുംബത്തോട് ആവശ്യപ്പെട്ടു. അത് മറികടന്നുകൊണ്ട് കേസിൽ പോയതാണ് ഈ ഒരു ജീവിതത്തിലേക്ക് അവർ നയിച്ചത്. ഈ 2 ലക്ഷം രൂപ വിലയിടാൻ ഇവരാരാണ്? ഒരു മനുഷ്യജീവന്. ഒന്നാമത്തെ ചോദ്യം. 2, അതിൽ പോലും ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. നിങ്ങളത് വാങ്ങിച്ച് പിന്മാറിക്കോണം, ഇല്ലെങ്കിൽ എന്നൊരു സംഭവമുണ്ട്. ഇതെല്ലാം ഇതാരാണ് കൃത്യമായിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. സർക്കാരിന്റെ ഏജൻസികൾ ഇത് കൃത്യമായി അന്വേഷിച്ച് ഇവർക്കെതിരെ അതിശക്തമായ അന്വേഷണം വരണം. ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം, ശിക്ഷ വിധിച്ചിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർ ഇരുന്നാൽ ഇനിയും ഈ സമൂഹം അനുഭവിക്കും ഇവരെ കാരണം. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉടനെ ഉണ്ടാക്കണം. ആദ്യം നൽകേണ്ടതാണ്, നാളെ മുതൽ എങ്ങനെ ഈ കുടുംബം ജീവിക്കും, അതിനൊരു അടിയന്തര സഹായം ഇവർക്ക് കൊടുക്കണം, അന്വേഷണം എടുക്കണം. മേലിൽ ഇത്തരം പോലീസുകാർ ഇത്തരം നടപടികളിലോട്ട് പോകരുത്. ഇത് തികച്ചും ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇത് ഒരു സ്ഥലത്തോ 2 സ്ഥലത്തോ അല്ല. ഞാൻ വീണ്ടും പറയാണ്, എല്ലാ മേഖലകളിലും അരാജകത്വം വാഴുകയാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇത്തരം കൂട്ടരെ നമ്മൾ ഇവിടെ നിന്ന് അകറ്റി ഓട്ടിക്കണം, ഈ ദ്രോഹികളെ, ഈ ശക്തികളെ. വേറൊന്നും ഈ സമയത്ത് പറയാൻ, കാരണം ഞാനൊരു കുടുംബം നയിക്കുന്ന ആളാണ്. തികച്ചും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇതിന് വേണ്ട ഈ കുടുംബത്തിന് എല്ലാവിധ സപ്പോർട്ടും മീഡിയയും കൊടുക്കണം, പൊതുജനങ്ങളും കൊടുക്കുക എന്നൊരു വിനീതമായ ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് പറയാൻ. മേടിച്ചുകൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് കിടന്നവനായത്. ആ കുഞ്ഞിന് അരിയുണ്ടോ? ഈ കുഞ്ഞുങ്ങളെ 2 എണ്ണത്തിനെ എങ്ങനെ വളർത്തും? ആ സാർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കടങ്ങൾ ഇത്രയും വലിച്ചു കിടക്കുന്നു, അതെല്ലാം കൂടെ എങ്ങനെ വീട്ടും? ബാങ്കിലെ ലോണ്, പുറത്തെ കടം, കേസിന് വേണ്ടി ചെലവാക്കിയതാണ്.